നമ്മുടെ റോയി മാത്യു എന്ന് പറയുന്ന ഒരു ചാനൽ അവതാരകൻ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ചിലത് കൂടി അതിൻ്റെ കൂടെ പറയണമെന്ന് വിചാരിച്ചു. ഇതേ കാണാം. മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികൾക്കും നായന്മാർക്കും ഈഴവർക്കുള്ള അസൂയയുടെ കാരണം. അത് അവരുടെ കഷ്ടപ്പാടിന്റെയാണ്. അതിന് ഇവരുടെ ആരുടെ ഔദാര്യം അവർ ആരും കയറി പിടിച്ചിട്ടില്ലല്ലോ. നായാടി മുതൽ നസ്രാണി എന്തിനാണ് ഇവർ കൂട്ടുപിടിക്കുന്നത്? നസ്രാണിക്ക് ഇന്ന കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നസ്രാണികൾ പറയട്ടെ. അതിനെന്തിനാണ് ഈ ഒരു കെട്ടിന്റെ ആവശ്യം? എന്താണ്? ക്രിസ്ത്യാനികളാണ് ഇവിടുത്തെ എല്ലാം അഴിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു ആദ്യം വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പം മാറി പ്ലേറ്റ് മാറ്റി മുസ്ലിങ്ങളുടെ മെഡലിക്കോട്ട് വെച്ചിരിക്കുന്നുള്ളൂ. ഈ 30 വർഷത്തിലധികമായി ഈ രണ്ട് മഹാന്മാരായ നേതാക്കന്മാരും ഈ സമുദായങ്ങളുടെ തലപ്പത്തിരിക്കുകയാണ്. ഈ മഹാന്മാരായ നേതാക്കന്മാർ എന്താണ് ഈ സമുദായത്തിന് വേണ്ടി ചെയ്തത്? ഇവിടെ സതീശൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല, രമേശ് ചെന്നിത്തല ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല. ഞങ്ങൾ തീരുമാനിക്കുക ആര് മുഖ്യമന്ത്രിയാകണം. അതൊക്കെ വള്ളി പറഞ്ഞാൽ മതി. മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികൾക്കും നായന്മാർക്കും ഈഴവർക്കുള്ള അസൂയയുടെ കാരണം. റോയി മാത്യു എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ ചാനലിൽ ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ രാഷ്ട്രീയമായും മറ്റേതുമൊക്കെ കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും അതിൻ്റെ ആദ്യ ഭാഗമാണ് എനിക്ക് കൗതുകരമായത്. അതായത് മുസ്ലിങ്ങൾ ഒരുപാട് സാമ്പത്തികമുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു അസൂയയ്ക്ക് കാരണം എന്നാണ് പറയുന്നത്. സത്യസന്ധമായി പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് 100% വാസ്തവമായൊരു കാര്യമാണ്. ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ പല ഫ്ലോറുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. കടൽ കണ്ടാൽ പേടിക്കുന്ന കാലത്ത്, വീട്ടിൽ നിന്നും ഈ രാവിലെ 10 മണി കഴിയാതെ പുറത്തിറങ്ങാത്ത കാലത്ത്, സന്ധ്യയായി കഴിഞ്ഞാൽ അറുതലയും മുറുതലയും ഒക്കെ അടങ്ങുന്നവർ ഈ പറമ്പുകളിലൂടെ തീപ്പന്തം കത്തിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് കറി വെക്കുന്ന ചട്ടിയോടൊപ്പം 1 ഡസൻ ചട്ടി കൂടി വാങ്ങി അതിൽ മൂത്രമൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും പുറത്ത് കളയുന്ന കാലത്ത്, അകത്ത് ബാത്റൂം ഇല്ലാതിരുന്ന കാലത്ത്, ശരീരത്ത് പറ്റിപ്പിടിച്ച് കിടക്കുന്ന അടിവസ്ത്രങ്ങളില്ലാതിരുന്ന കാലത്ത്, ഈ നാട് വിട്ട് അങ്ങ് അകലേക്ക് പോകാൻ ഭാഷയും ആശയവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ കാണിച്ച സാഹസികതയുടെ അനന്തരഫലമാണ് അവരുടെ സമൂഹം അനുഭവിക്കുന്നതും മുസ്ലിം സമൂഹം അനുഭവിക്കുന്നതും അതുവഴി പരോക്ഷമായി കേരള സമൂഹം അനുഭവിക്കുന്നതും. അതൊരു സത്യസന്ധവും വാസ്തവമായ കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കുറവായി കാണുമ്പോൾ തന്നെ പലപ്പോഴും തോന്നാറുണ്ട്, അങ്ങനെ കിട്ടാതിരുന്നതൊരു ഗുണമായില്ലേന്ന്. എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ദാറ്റ് ലിബറേറ്റ്സ് എന്നാണ് ഫിലോസഫിയെങ്കിലും പലപ്പോഴും വിദ്യാഭ്യാസം നമ്മളെ ചുരുക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ്, പരിമിതപ്പെടുത്തുകയാണ്. അനാവശ്യമായ ജാടയും ബോധ്യവും അതുപോലെ തന്നെ ഈ ദുരാഗ്രഹങ്ങളും ദുരഭിമാനവും മനസ്സിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളാണ്, ഞാൻ ഇത്രയും ഡിഗ്രിയുള്ള ആളാണ്, എനിക്കിത് ചെയ്യാമോ അത് ചെയ്യാമോ എന്നൊക്കെ പറയുന്ന ചിന്തകളിൽ തളച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസപരമായി സംഗതി കിട്ടിയാൽ പിന്നെ ആ കുടുംബത്തിലുള്ളവരെല്ലാം ആ വഴിയെ സഞ്ചരിച്ച് മുക്കാചക്രത്തിൻ്റെ ജോലിക്കാരായി രാജാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മുക്കാചക്രം വേറെ എവിടുന്ന് കിട്ടുന്നതിനേക്കാളും പുണ്യമാണ്, പവിത്രമാണെന്ന പേരിൽ മേൽവിലാസം കൊണ്ട് അഹങ്കരിച്ച് അതുപോലെ അങ്ങ് ചുറ്റിപ്പറ്റി ജീവിച്ച് കയ്യിലിരിക്കുന്ന 10 രൂപ താഴെ വീണാൽ കുനിഞ്ഞെടുക്കാൻ കഴിയാത്തവണ്ണം കുടവയറും ചാടി ഇനി അങ്ങനെ ബാക്കിയുള്ളവരുടെ മുന്നിൽ കാശെടുക്കാനായാലും കുനിഞ്ഞാൽ അത് ദുരഭിമാനം ആണെന്നോർത്ത് അടുത്ത് നിൽക്കുന്നവന് 100 രൂപ കൊടുത്ത് ഈ 10 രൂപ കുനിഞ്ഞെടുപ്പിക്കുന്ന ചിന്താഗതിയുള്ള കുറേ മനുഷ്യരുടെ നടുവിൽ ഇത്തരം ദുരഭിമാനങ്ങളൊന്നുമില്ലാതെ കുറേ പാവങ്ങളായ ആളുകൾ ഇറങ്ങി ആക്രി മുതൽ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ മുതൽ അങ്ങ് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമായ ഇറച്ചിക്കച്ചവടം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടുമാണോ ഉയർന്നതെന്ന്. ഇതൊക്കെയാണ് സാമാന്യന ജനങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ ധാരാളമായുള്ള സംരംഭങ്ങൾ. ഇപ്പോൾ റോക്കറ്റിൽ പോകുന്നു. റോക്കറ്റിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവർ പോയി, ഇപ്പോൾ കോയ മൗലവി, സുനിത വില്യംസ് പോയാലോ റോക്കറ്റിൽ പോയെന്ന് വിചാരിച്ച് ആ സമൂഹത്തിന് വല്ല ഗുണമുണ്ടോ? ആ സമൂഹത്തിന് ഗുണമുണ്ടായെങ്കിൽ എന്ത് വേണം? ഒരുപാട് പേർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നിലയ്ക്കാത്ത വരുമാനമുള്ള, കഷ്ടപ്പാടും അധ്വാനവുമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന തരത്തിലേക്കൊക്കെയുള്ള തൊഴിലുകൾ ചെയ്യാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ആ സമൂഹം വളരും. ആ സമൂഹത്തിൻ്റെ കഠിനാധ്വാനം ചെയ്യുന്ന പണം കിട്ടും. അതുപയോഗിച്ച് അവർ വലിയ വീട് വെക്കും, അവർ കാറെടുക്കും, മക്കളെ പഠിപ്പിക്കും, അവർ കോളേജുകൾ തുടങ്ങും, അവർ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങും, കവലകൾ തോറുമുള്ളതെല്ലാം നല്ല വില കൊടുത്ത് അവർ വാങ്ങും. ഇത്തരം സംഗതി കൊണ്ട് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം?
ഒരു കാര്യവുമില്ല എന്നതാണ് സത്യം. അവരെല്ലാം ചെയ്യുന്നത് ഈ ബാക്കി എല്ലാ മനുഷ്യർക്കുമുള്ളതിൻ്റെ അത്രയും അസ്ഥികളുടെ എണ്ണവും അതുപോലുള്ള സംഗതികളേ ഉള്ളൂ അവർക്കും. പക്ഷേ അവരുടെ ശീലങ്ങൾ, വിശ്വാസം, സാഹസികത, സംരംഭകത്വ മനസ്സ് എന്നിവ മൂലം അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മൂക്കറ്റം ആഹരിച്ച് അതിനുശേഷം എന്തെങ്കിലും പൊടിയനും കഴിച്ച് വലിയ ചാരുകസേലയിൽ മലർന്നു കിടന്ന് ഏമ്പക്കൊമ്പും വിട്ട് വരുന്നവരെല്ലാം ആദരിച്ചു പോകുന്നതിൻ്റെ സുഖവും അനുഭവിച്ചാൽ ഏത് സമൂഹത്തിൽപ്പെട്ടവരായാലും ആ ചാരുകസേലയിൽ നിന്ന് പിന്നെ എടുത്ത് അങ്ങ് പായിലോട്ട് കിടത്താനേ കാണുള്ളൂ. ബാക്കി മുഴുവൻ വിറ്റ് തിന്നേണ്ടി വരും. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ കരുത്തോടെ തിരിച്ചറിഞ്ഞ് നമ്മൾ രംഗത്തിറങ്ങണം. മുക്കാച്ചക്രവും കാൽചക്രവും ഒക്കെ വിടണം. അതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇടണം. ഇട്ടിട്ട് അതിനപ്പുറത്തുള്ള അവസരങ്ങളും സാധ്യതകളും ഏതാണോ അത് തേടി സഞ്ചരിക്കാൻ മനുഷ്യർ തയ്യാറാവണം. ആ വഴിയിലൂടെ സമ്പാദിക്കുന്നത് ശരിയുടെ സമ്പാദ്യമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അവിടെ ഉണ്ടാവുള്ളൂ പ്രോസ്പെരിറ്റി, ഗ്രോത്ത് ഉണ്ടാവും, വളർച്ച എല്ലാവർക്കും കൈവരിക്കാം. പക്ഷേ സമ്പൽ സമൃദ്ധി എന്നൊക്കെ പറയുന്ന വാക്കുണ്ടല്ലോ, അങ്ങനെ കൈവരിക്കണമെങ്കിൽ ആ വളർച്ചയുടെ സമ്പത്ത്, അതിൽ വരുന്നതും പോകുന്നതുമെല്ലാം ശരിയുടെ പണമായിരിക്കണം. അങ്ങനെ ആകുന്നിടത്താണ് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതിന് റോയി മാത്യു പറഞ്ഞതുപോലെ അസൂയപ്പെട്ടിട്ടും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞതിനോളം തന്നെ മതിയാവുന്നതുമാണ്.